ഷാഫിയും രാഹുലും ഇറങ്ങട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തു, കനകുലുവും കേരളത്തിലെ തീവെട്ടികളുമെല്ലാം ചേർന്ന് ഒരു പദ്ധതി അണിയറയിൽ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെ കാസർഗോഡ് നിന്നും കന്യാകുമാരി വരെ ഒരു യാത്ര നടത്തുക. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാകും. ഈ കോൺഗ്രസ് പ്രസ്ഥാനം തുടക്കം മുതൽ ഈ തെരഞ്ഞെടുപ്പ് എടുക്കാറാകുമ്പോൾ ഇവന്മാർ ഓരോ പേരിലും ഓരോ യാത്രകൾ നടത്താറുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു നേതാവ്, KPCC പ്രസിഡന്റോ, ഇപ്പോൾ ഒരു കിഴങ്ങനായതുകൊണ്ട് അയാൾ യാത്ര നടത്തിയാൽ ആളുകൾ കൂവും. അതുകൊണ്ട് കേരളത്തിൽ അപ്രകാരമുള്ള തലയെടുപ്പുള്ള നേതാക്കന്മാർ ആരും തന്നെ, അല്ലെങ്കിൽ കൊള്ളാവുന്ന ചെറുപ്പക്കാരെ എല്ലാം ഇവന്മാർ ചവിട്ടി തൂത്തിട്ടേക്കുന്നത് കൊണ്ട് ആ യുവനേതൃത്വത്തെ മുന്നിൽ നിർത്തുവാൻ ഇവന്മാർക്ക് നാണക്കേടാണ്. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ എങ്ങനെയെങ്കിലും ചാട്ടയിൽ കയറ്റി രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മുന്നിൽ നിർത്തി ഇവന്മാരൊരു കേരള യാത്രയ്ക്ക് വട്ടം കൂട്ടുകയാണ്. ഇതിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്കയും മുന്നിൽ നിർത്തി കേരളത്തിലെ കടൽ കിഴവന്മാർ ആ വണ്ടിയുടെ തൊട്ടു പുറകിൽ നിന്ന് ആ ചെറുപ്പക്കാരെ എല്ലാം അകറ്റി നിർത്തുക. നിലവിലുള്ള ഈ രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലെ അവർ മുതലാക്കി ആ ഒരു ആന്റി ഇൻക്യുംബൻസി ഫാക്ടർ ഇവർക്ക് എൻക്യാഷ് ചെയ്യാമെന്ന് കരുതുന്നു. അപ്രകാരം രാഹുലിനെയും പ്രിയങ്കയും ഒക്കെ ഇറക്കി അവരോടൊപ്പം ചേർന്ന് നിന്ന് ഈ യുവനിരയെ ചവിട്ടി പുറകിൽ തള്ളി ഒരു ക്യാമ്പയിൻ ചെയ്താൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാം എന്ന് ഇവന്മാർ വ്യാമോഹിക്കുന്നു. എന്നാൽ i2v ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിലൂടെ ഇത് ജനങ്ങളുടെ പൾസാണ്. ഇത് ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൻ്റെ തൊഴിലാളികളോ അതല്ലെങ്കിൽ അടിമകളോ കൂലിത്തൊഴിലാളികളോ ഒന്നുമല്ല i2v ന്യൂസിലൂടെ അഭിപ്രായം പറയുന്നത്. ലോകമെമ്പാടുമുള്ള കോൺഗ്രസ് പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന ജനങ്ങളാണ് i2v ന്യൂസിലൂടെ അവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കുന്നത്. ഇതിനെ നമുക്ക് ശരിക്കും ഒരു മാർക്കറ്റ് സർവേ സാമ്പിളിംഗ് എന്ന രീതിയിൽ തന്നെ നമുക്ക് എടുക്കാം. കാരണം കൃത്യമായ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്നും സാധാരണ ജനങ്ങളുടെ വിവിധ സെഗ്മെന്റുകളിലുള്ള ജനങ്ങളുടെ അഭിപ്രായമാണ് i2v ന്യൂസിലൂടെ പ്രേക്ഷകർ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിയോ ബോധമോ ഉണ്ടായിരുന്നു എങ്കിൽ ജനങ്ങളുടെ ഈ പൾസ്, ഈ ട്രെൻഡിനനുസരിച്ച് അവർ കാര്യങ്ങൾ നീക്കിയേനും. എന്നാൽ ഇവർ നന്നാകുവാനുള്ള ശ്രമങ്ങളല്ല നടത്തുന്നത്. ഇവർ ഇപ്രകാരം ബദൽ സംവിധാനങ്ങൾ, പാരലൽ സംവിധാനങ്ങൾ ഉണ്ടാക്കി എങ്ങനെ നിലവിലുള്ള നല്ല സിസ്റ്റത്തെ അട്ടിമറിക്കാമെന്നാണ് ഇവന്മാർ റിസർച്ച് ചെയ്യുന്നത്. ജനവികാരം മനസ്സിലാക്കി ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയം ഇതാണ്: രാഹുൽ ഗാന്ധിയെയോ പ്രിയങ്ക ഗാന്ധിയോ ഇവിടെ ഇറക്കി അവരുടെ സമയം കളഞ്ഞ് ഒരു ക്യാമ്പയിൻ നടത്തുന്നതിന് പകരം ഇവിടെയുള്ള ഈ യുവ നേതാക്കന്മാരെ ചേർത്ത് നിർത്തി, ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കുട്ടത്തെയും ചേർത്ത് നിർത്തി, അവരെ മുന്നിൽ നിർത്തി ഈ മുതുക്കന്മാർ അവരോടൊപ്പം കൂടി ഞങ്ങൾ ഒന്നാണ് എന്ന ഒരു സന്ദേശം ഇവർക്ക് കൊടുക്കുവാൻ പറ്റിയില്ല. അതിൽ പരം ഒരു സന്ദേശം നൽകുവാനില്ല. ഈ ഞണ്ടും പാത്രത്തിൽ കിടക്കുന്ന ഞണ്ടുകളെ പോലെ പരസ്പരം കാലിൽ വാരി വലിക്കുന്നവന്മാരാണെങ്കിലും ഈ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടെങ്കിലും ഇവന്മാർ ഇപ്രകാരം ഒരു നാടകമെങ്കിലും കളിക്കുകയായിരുന്നെങ്കിൽ എന്ന് ഇവിടെയുള്ള ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്ന ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്. കാരണം അവർ അത്രത്തോളം വെറുക്കുന്നു ഈ ഭരണത്തെ. പക്ഷേ ചില സന്ദർഭങ്ങളിൽ അവർ പോലും ചിന്തിച്ചു പോകും, ഈ പിണറായി ഇവന്മാരെക്കാൾ എത്രയോ ഭേദമാണെന്ന്. കാരണം ഈ ഒരുത്തനെ സഹിച്ചാൽ മതിയല്ലോ. ഇത് ഈ പറയുന്ന തീവട്ടികൾ തമ്മിൽ യാതൊരു ഐക്യവുമില്ലാത്തവന്മാർ, ഇവന്മാർ തമ്മിൽ തള്ളി 5 വർഷം പോയിട്ട് 5 ദിവസം പോലും ഇവന്മാർ തികയ്ക്കുമോ എന്നുള്ള കാര്യം സംശയമാണ്. ഇടതുപക്ഷം എന്തൊരു നറേറ്റീവാണോ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചത്, അതിനെ കൃത്യമായിട്ടും ഈ കേക്കച്ചൻ എന്ന് പറയുന്ന ഈ നാണം കെട്ടവൻ ഇടതുപക്ഷത്തിന്റെ പണം വാങ്ങി ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കുക എന്ന ഒരു ക്യാമ്പയിൻ മുന്നിട്ടിറങ്ങി നയിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങളിൽ, അടിയന്തര പ്രാധാന്യം അർഹിക്കുന്ന വിഷയങ്ങളിൽ യാതൊരു നിലപാടും എടുക്കാതെ ചർച്ച ചെയ്യാതെ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഇവന്റെ കൂടെയുള്ള ചിലവന്മാർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അയ്യോ ഇപ്പം പെട്ടെന്നൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ AICC എടുത്തൊരു തീരുമാനമല്ലേ, ഹൈക്കമാൻഡ് എടുത്തൊരു തീരുമാനമല്ലേ, അന്നേരം അപ്രകാരം ഒരു എടുത്ത തീരുമാനം പെട്ടെന്നങ്ങ് ഒരു 6 മാസമെങ്കിലും എടുക്കാതെ പെട്ടെന്നങ്ങ് പരിഹരിച്ചു കഴിഞ്ഞാൽ അതൊരു കീഴ്വഴക്കമാകില്ലേ? ഇതുപോലെ സസ്പെൻഡ് ചെയ്യപ്പെടുന്ന എല്ലാവരും രാഹുലിനെ പെട്ടെന്ന് എടുക്കാമെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങളെ എടുത്തുകൂടാ എന്നൊക്കെയുള്ള ഒരു
സാഹചര്യം സൃഷ്ടിക്കില്ലേ? അതുകൊണ്ട് AICC എടുത്തു പോയാൽ മിനിമം ഒരു 6 മാസമെങ്കിലും സമയം കൊടുത്തില്ലെങ്കിൽ അവരുടെ വാക്കിൻ്റെ വില പോകില്ലേ എന്ന്. എന്ത് വില പോകും? ഈ കേക്കച്ചൻ എന്ന് പറയുന്നവൻ പറഞ്ഞത് ഇത് നിലപാടിൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലെടുത്ത കാര്യങ്ങൾ എന്നാണ്. ഈ മണ്ടന്മാരോട് ഞങ്ങൾക്ക് ചോദിക്കുവാനുള്ളത്, ഈ കേരളത്തിലെ ജനങ്ങൾക്കൊരു നിലപാടില്ലേ? അവർക്കൊരു ബോധ്യമില്ലേ? അവരുടെ മുന്നിൽ കാണുന്ന കാര്യങ്ങൾ, അവരുടെ മുന്നിൽ കാണുന്ന യാഥാർത്ഥ്യങ്ങൾ, ഇവന്മാർ എന്തൊക്കെ മീഡിയ സിൻഡിക്കേറ്റുകളെ ഇറക്കി എന്തൊക്കെ വ്യാജ വാർത്തകൾ പടച്ചുവിട്ടാലും, ഇവന്മാർ മാറി മാറി നിന്ന് ആരോപണങ്ങൾ നടത്തിയാലും ഇവിടെ ജനങ്ങൾക്കൊരു ബോധ്യമുണ്ട്. അവർക്ക് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന ഒരു സാമാന്യ ബോധം ഉണ്ട്. അതിന്മേൽ അവർക്കൊരു നിലപാടുമുണ്ട്. നിന്റെ നിലപാട് കൊണ്ട് ആ കതർനിക്കറിനകത്ത് പൊതിഞ്ഞു വെക്കുക എന്നതല്ലാതെ ഇവിടെ ജനങ്ങളുടെ നിലപാടിനാണ് പ്രാധാന്യം. വരുന്ന 6-7 മാസം കൂടെ കഴിഞ്ഞാൽ നീ വെറും നെട്ടൂർ സതീശനാണെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. നിന്റെ ആ കതറിന്റെ വില പോലും നിന്നെ ആളുകൾ വഴിയിലിട്ട് വലിച്ചു വാരി കൈകാര്യം ചെയ്യും. ഒരു 6 മാസം കൂടെ കഴിഞ്ഞാൽ നീ വെറും നെട്ടൂർ സതീശനാണ്, വെറും കേക്കച്ചനാണ്. പട്ടിയുടെ വില പോലും ജനങ്ങൾ തരില്ല എന്ന് മനസ്സിലാക്കുക. അണയാൻ പോകുന്ന തീ ആളിക്കത്തുന്നത് പോലെ നീ കുന്തളിക്കുകയാണിപ്പോൾ. ഇതിലും ആറാടിയ, ഇതിലും വലിയ കുന്തളിപ്പുകൾ കഴിച്ചവന്മാർ എവിടെ പോയി? അവർക്കെല്ലാം എന്ത് സംഭവിച്ചു? അവരുടെ എല്ലാം മരണം എപ്രകാരമായിരുന്നു എന്ന് മാത്രം ഒന്ന് ആലോചിക്കുക. അതുകൊണ്ട് ജനങ്ങളുടെ എല്ലാം ആഗ്രഹവും ആവശ്യവും കോൺഗ്രസ് പ്രസ്ഥാനം രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ യുവ നേതൃത്വത്തെ, രാഹുൽ എന്ന് ഞങ്ങൾ എടുത്തു പറയുന്നേ ഉള്ളൂ. രാഹുൽ എന്ന് പറയുന്നത് കോൺഗ്രസിലെ ആ യുവ നിരയുടെ ഒരു പ്രതീകമാണ്. കോൺഗ്രസിലെ ആ യുവനിരയെ രാഹുൽ, ഷാഫി പറമ്പിൽ, വിഷ്ണുദാസ്, അഭിനയൊന്നും മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. അബിൻ വർക്കി, വിഷ്ണുദാസ്, ശബരിനാഥ്, ചാണ്ടിയുമ്മൻ, BRM ഷബീർ, റോജി M ജോൺ, ഇങ്ങനെയൊക്കെയുള്ള മിടുക്കരായ ആ എല്ലാ നേതാക്കന്മാരെയും ചേർത്ത് നിർത്തി ഒരു യുവാക്കൾ നയിക്കും എന്നൊരു മുദ്രാവാക്യം ഉയർത്തി ആ യുവജനതയെ നിങ്ങൾ മുന്നിൽ നിർത്തി ഒരു സ്ട്രാറ്റജി എടുക്കൂ. അയ്യോ, കനകൊലു അങ്ങനെയല്ല പറഞ്ഞത്. കനകൊലു എന്ന് പറയുന്ന വാലാട്ടിപ്പട്ടി, KC വേണുഗോപാലിന്റെ വാലാട്ടിപ്പട്ടി, KCയുടെ ഇംഗിതമനുസരിച്ച് സ്ട്രാറ്റജി റെഡിമെയ്ഡായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന ഇത്തരമുള്ള ഗുലുഗുലുവിന്റെ അളിഞ്ഞ സ്ട്രാറ്റജിയൊന്നും ഈ കേരളത്തിൽ വർക്കൗട്ട് ആകില്ല എന്ന് മനസ്സിലാക്കുക. ഇവിടുത്തെ ജനങ്ങൾ ബോധമുള്ളവരാണ്, ചിന്തിക്കുന്നവരാണ്, കൃത്യമായ നിലപാടും ബോധ്യവുമുള്ളവരാണ്. അപ്രകാരം ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഇമാതിരിയുള്ള ഐവാഷിംഗ് ഒന്നും നടക്കൂല. അതെല്ലാം പാളിപ്പോകത്തേയുള്ളൂ. എത്രയോ സംസ്ഥാനങ്ങളിൽ നമ്മൾ കണ്ടു. കേരളത്തിൽ ഇപ്രകാരം ഒരു മികച്ച അവസരമുള്ളപ്പോൾ ഒരു ദിവസം പോലും വൈകാതെ രാഹുലിനെയും ഷാഫിയെയും അടക്കമുള്ള യുവ നേതാക്കന്മാരെ മുന്നിട്ടിറക്കി യുവാക്കൾ നയിക്കട്ടെ എന്ന ഒരു ക്യാമ്പയിനോടുകൂടി ഈ വൃത്തികെട്ട കേക്കച്ചനെയും ഈ അരമനക്കിങ്ങിണിയെയും കഴിവുകെട്ട അരമണക്കിങ്ങിണിയെയും മാറ്റി നിർത്തി കഴിവുള്ള ഒരു ഇലക്ഷൻ നയിക്കുവാൻ കപ്പാസിറ്റി ഉള്ള ഒരു നേതാവിനെയും കൂടെ മുന്നിൽ നിർത്തിപ്പോയാൽ മാത്രമേ ഇവർക്ക് എന്തെങ്കിലും പ്രതീക്ഷയ്ക്ക് വകയുണ്ടാവും. ഓരോ ദിവസം കഴിയുന്തോറും മനസ്സിലാക്കുക, വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ട് 8 മാസം പോകും. അതുകൊണ്ട് യുവാക്കൾ നയിക്കട്ടെ, രാഹുലും ഷാഫിയും മുന്നിൽ നിൽക്കട്ടെ. ഈ വിഷയത്തിൽ i2 ന്യൂസ് റിയാക്ട് 4 റൈറ്റിൽ ജനങ്ങളുടെ പ്രതികരണങ്ങൾ തുടരുകയാണ്. വളരെ കൺസ്ട്രക്റ്റീവായ, എത്രയോ ഡെപ്തുള്ള പ്രതികരണങ്ങളാണ് i2 ന്യൂസിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് i2 ന്യൂസ് റിയാക്ട് 4 റൈറ്റിൽ പ്രതികരണം അറിയിക്കുവാൻ ആദ്യം വരുന്നത് രാജേന്ദ്ര പ്രസാദ് തൃശ്ശൂരിൽ നിന്നാണ്. ഒരു കോൺഗ്രസ് പ്രവർത്തകനായ, ഒരു കോൺഗ്രസിനെ നെഞ്ചിലേറ്റിയ അദ്ദേഹത്തിൻ്റെ ആ വിശകലനങ്ങൾ, അദ്ദേഹത്തിൻ്റെ അനുമാനങ്ങൾ i2 ന്യൂസ് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നു. i2 ന്യൂസ് റിയാക്ട് 4 റൈറ്റ് ജനങ്ങളുടെ പ്രതികരണങ്ങൾ. പേര് രാജേന്ദ്ര പ്രസാദ്, വിളിക്കുന്നത് തൃശ്ശൂർ. ഞാൻ രാഹുലിന്റെ കാര്യം പറയാനായിട്ട് വിളിച്ചതായിരുന്നു. KPCCയുടെ അല്ലെങ്കിൽ VD സതീശന്റെ വേർഷൻ അല്ലല്ലോ ഇത്. ജനങ്ങളുടെ വേർഷൻ എന്താ? സാധാരണക്കാരായിട്ടുള്ള, എന്നെ പോലുള്ള സാധാരണക്കാരായിട്ടുള്ള കോൺഗ്രസിനെ സ്നേഹിക്കുന്ന, കോൺഗ്രസിൽ പ്രവർത്തിച്ച് മനമെടുത്തിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അല്ലെങ്കിൽ കോൺഗ്രസിനെ വിശ്വസിക്കുന്ന, ഒരു കോൺഗ്രസ് പ്രസ്ഥാനത്തിലെ അംഗമല്ലാത്ത ഒരുപാട് പേരുണ്ട്.
ലക്ഷക്കോടിക്കണക്കിന് പേരുണ്ട്. അപ്പൊ അവരുടെ വേർഷൻ എന്താണെന്നുള്ളത് ഇവർക്ക് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടോ? ഇവരവിടെ പരാജയപ്പെട്ടിട്ടില്ലേ? ശരിക്കും ഈ നേതൃത്വം എന്ന് പറയുന്ന, അല്ലെങ്കിൽ അവിടുത്തെ എംബോക്കികള്, അവിടെ ആ മോളിൽ കയറിയിരിക്കുന്ന സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്ന എംബോക്കികള് 100% പരാജയപ്പെട്ടിരിക്കുകയാണ്. അതായത് ഇത് ചെറിയൊരു ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. ഒരു തൊഴുത്തിൽ കുത്ത് അല്ലെങ്കിൽ ഒരു എന്താ പറയാ, നമ്മുടെ പെരുന്തച്ചൻ മനോഭാവത്തിന്റെ ഭാഗമാണ്, ഇഫക്റ്റ് ആണത്. അതായത് വെട്ടി നിരത്തി തനിക്ക് മേലെ ഒരുത്തം വളർന്നു വരരുത്. ഏറ്റവും ഷോമാനാണ്. 140 നിയോജക മണ്ഡലത്തിൽ, ഏത് നിയോജക മണ്ഡലത്തിൽ മത്സരിച്ചാലും 10,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന കേരളത്തിലെ കോൺഗ്രസിന്റെ 2 പേരെ കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിപ്പുള്ളൂ. അതിലൊന്ന് ഈ രാഹുൽ മാങ്കൂട്ടവും മറ്റൊന്ന് ഷാഫി പറമ്പിലുമാണ്. ഈ 2 പേരും ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇവര് രണ്ടിടത്തും ചെന്നപ്പോൾ അവിടുത്തെ വാല്യൂ അങ്ങോട്ട് കൂടി, സ്റ്റാർ വാല്യൂ ഇവർക്കാണ്. അപ്പൊ സാധാരണക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാരോ, ഇപ്പൊ ഒരു സദസ്സില് 15 പേര് ഇരിക്കുന്നുണ്ടെങ്കിൽ, സദസ്സിലല്ല സോറി, ഒരു വേദിയിൽ 15 പേര് ഇരിക്കുമ്പോൾ ഈ പബ്ലിക്കിന്റെ അറ്റൻഷൻ മുഴുവൻ കിട്ടുന്ന ഇവർക്ക് 2 പേർക്കാണ്. ഇത് മനസ്സിലാക്കിയ ഈ നേതൃത്വം ചെയ്ത അന്തയില്ലായ്മയാണ് ഈ പ്രശ്നത്തിന്റെ അടിവേര്. ഈ രാഹുലിനെതിരെ സത്യത്തില് ഒരു FIR ഇല്ല, വെറും ആരോപണം മാത്രമേ ഉള്ളൂ. ഈ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരാളെ, ഈ ആരോപണം പുറം ലോകം, അതായത് മീഡിയകളിൽ വന്നതിന്റെ അന്ന് പിറ്റേ ദിവസം കാലത്ത് 9 മണിക്ക് ഈ VD സതീശൻ എന്ന് പറയുന്ന എംബോക്കി പരനാറി, ഈ സംഭവം ഉണ്ടാവുന്നതിന് മുമ്പ് വരെ അവൻ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള നേതാവ് തന്നെയായിരുന്നു. ആ എംബോക്കി ചെയ്ത പണി എന്താ? 9:30 അവൻ വാർത്താ സമ്മേളനം വിളിച്ച് അവൻ പറഞ്ഞു, വാർത്താ സമ്മേളനത്തിലല്ല, പത്രമാധ്യമങ്ങളുടെ മുമ്പിൽ അവൻ പറഞ്ഞു ശക്തമായ നടപടിയെടുക്കുമെന്ന്. അതിനുശേഷം 3.5 മണിക്കൂർ 4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് KPCC പ്രസിഡന്റ് വാർത്താ സമ്മേളനം നടത്തുന്നത്. അപ്പൊ ആരാണ് ഇതിന്റെ പിന്നിൽ കളിച്ചത്? ഈ ആരോപണം, രാഹുലിനെതിരെ ആദ്യമായിട്ടൊരു ആരോപണം മാധ്യമങ്ങളിൽ വന്നപ്പോ, ആ മാധ്യമങ്ങളിൽ വന്ന ആരോപണത്തിന്റെ ഉറവിടം എവിടെ നിന്നായിരുന്നു? പറവൂരിലുള്ള ഒരു പെൺകുട്ടി. VD സതീശൻ കേക്ക് മുറിച്ചു എന്ന് മാധ്യമങ്ങളിലൂടെ കാണിക്കുന്നുണ്ട്. വ്യക്തമായ സോളിഡ് പ്രൂഫാണത്. കേക്ക് മുറിച്ച് അണ്ണാക്കിലോട്ട് തള്ളി കൊടുക്കുന്നതൊക്കെ അവൻ ക്രിയേറ്റ് ചെയ്ത നാടകത്തിന്റെ ഒരു ഭാഗമല്ലേ ഇപ്പൊ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ആരോപണം ഉന്നയിക്കുന്ന ഒരാൾക്ക്, ഒരു ആരോപണം കൊണ്ട് ഒരാൾ വരുമ്പോ അതിന്റെ പുറകിൽ ആരാണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള ബുദ്ധിശക്തിയൊക്കെ ഈ നാട്ടിലെ സാധാരണക്കാർക്കും ഉണ്ട്. അത് എവിടെ നിന്ന് വന്നു, എന്തായിരിക്കും അതിന്റെ അടിസ്ഥാനം എന്നെല്ലാവരും വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇതിന്റെ പുറകിൽ കളിച്ചിട്ടുള്ളത് VD സതീശൻ എന്ന് പറയുന്ന ഒരു പരനാരി തന്നെയാണ്. അതിന് ഇനിയും ഒന്ന് നന്നായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ കൂടുതൽ തെളിവുകൾ പുറത്തേക്ക് വരും. ഇവന് 2ാം ഭരണം, അതായത് ഈ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുമ്പോൾ ഇവൻ അടുത്ത ഭരണം കിട്ടാൻ വേണ്ടി മോഹിച്ചിരിക്കുന്ന ഒരാളല്ല. ഈ കഴിഞ്ഞ 9.5 വർഷമായിട്ട് ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ, ഒരു സാധാരണക്കാരൻ ഒക്കെ കുത്തുവാള എടുക്കുന്ന ഒരു അവസ്ഥയിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. തൊഴിലില്ല, പൊതുവിപണികളിൽ കംപ്ലീറ്റ് വിലക്കയറ്റം, അതുപോലെ തന്നെ പല പ്രശ്നങ്ങളാണ്. ക്രമസമാധാനം ശരിയല്ല. നാട്ടിലാണെങ്കിൽ ലഹരി മാത്രമേ ഉള്ളൂ. മുക്കിന് ബ്രാൻഡി ഷോപ്പും ബിവറേജും രാസലഹരികളും വരെ കിട്ടുന്ന ഒരു കേരളം. ഇത് വലിയൊരു സംഭവമാണ്. അപ്പൊ ഇങ്ങനെ നോക്കും. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. അതായത് ജൽജീവൻ മിഷൻ, റോഡുകള്, പാലങ്ങള്, ഇത് മുഴുവൻ കേരളത്തിലെ 1 ഇഞ്ച് പോലും ഇല്ലാതെ വർക്ക് നടക്കുന്നുണ്ട്. അതിന്റെ പിന്നിൽ ഒരു അഴിമതിയുണ്ട്. എന്താണെന്നറിയാവോ? അതായത് പദ്ധതികൾ നടത്തിയാൽ മാത്രമേ അതിൽ നിന്ന് കയറ്റു വരാൻ പറ്റുള്ളൂ. 5000 രൂപ മുടക്കി നമ്മൾ ഒരു കലുങ്ക് പണിയാണെങ്കിൽ, ആ ഒരു കലുങ്ക് പണിതാലല്ലേ 5000 രൂപ മുടക്കി കലുങ്കിന്ന് 550 രൂപ കാക്കാൻ പറ്റുള്ളൂ. ആ ഒരു പോളിസി അത് ഈ പരനാറി സതീശന് അറിയാം. അപ്പൊ അത് വളരെ ചുളിവിൽ കിട്ടുന്നുണ്ട് പുള്ളിക്ക്. അതിന്റെ ഒരു കൃത്യമായ ഒരു ഭാഗം പുള്ളിക്കുള്ളത് തന്നെയാണ്. ആ ഭാഗമാണ് പുള്ളി ദുബായിൽ കൊണ്ടുപോയിട്ട് ആ മറ്റേ മാംസ കച്ചവടക്കാരനെ കെട്ടിപ്പിടിച്ച് വന്ന ആ ദിവസം ആ ഫോട്ടോയൊക്കെ വന്നില്ലേ, ആ സാധനം. ഇതൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. ഇത് ബാലൻസ് കൂടി വരും. ഇവനെ അവിടെയാണ് കൊണ്ട് നിക്ഷേപിച്ചിരിക്കുന്നത്. മാംസ കച്ചവടത്തിൽ ഇവന് പങ്കുണ്ടോ എന്നുള്ള അറിയില്ല.
അതായത് ഈ കേരളം ഭരിക്കുന്ന അല്ലെങ്കിൽ ഈ CPM അല്ലെങ്കിൽ BJPക്ക് ഏറ്റവും തലവേദനയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനെതിരെ അവർക്ക് പോലും ആരോപണമില്ല. അവർക്ക് പോലും വ്യക്തമായ ഒരു ആരോപണം ഉന്നയിക്കാനോ അവർ സമരം ചെയ്യാനോ അവർ തയ്യാറല്ല. അത് പ്രഹസനം മാത്രമായിട്ടുള്ള ഒരു സമരം മാത്രമാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് അവനെ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. അവൻ പ്രസ്ഥാനത്തിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട് അണികളുടെ പിൻബലമില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഈ രാഹുൽ മാങ്കൂട്ടത്തെ ഇതുപോലെ തേജോവധം ചെയ്താൽ പോരായിരുന്നു. അവൻ കളങ്കിതനാണെങ്കിൽ അവനെ കല്ലെറിയാൻ ഏറ്റവും മാർഗം ഉണ്ടായിരുന്നു. ഒരുപാട് അവസരങ്ങൾ ഇതിനു മുമ്പിലുണ്ട്, ഇപ്പോഴും ഉണ്ട്, ഇനി നാളെ ഉണ്ടാവും. പക്ഷെ ഇവിടെ അതല്ല കളി. ഇത് ഗെയിം വെട്ടിമാറ്റലാണ്. ഇവനെ പ്രസ്ഥാനത്തിലെ ഒന്നുമല്ലാതാക്കുക. കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്കകത്ത് രാഹുൽ മാങ്കൂട്ടത്തെ ചോദ്യചിഹ്നമായി നിർത്തുക. നാളെയും ചോദ്യം ചെയ്യപ്പെടണം അവൻ. അതിനു വേണ്ടി മാത്രമാണ്. അവൻ നിരപരാധിയാണെന്നുള്ളത് കേരളം മുഴുവൻ വിശ്വസിക്കുന്നുണ്ട്. ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിലുള്ള ലീഡർഷിപ്പിലുള്ള കുറെ നാറികൾ മാത്രമേ അത് വിശ്വസിക്കാതിരിക്കുന്നുള്ളൂ. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല. ഇതിന്റെ ഒരു ക്ലൈമാക്സ്, ആ ക്ലൈമാക്സ് കാണാൻ എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട്. ഇതെങ്ങോട്ട് പോകുമെന്ന് ഒരുപാട് പേരുടെ വിലയിരുത്തലുകൾ ഞാനും കേട്ടു. നമ്മുടെ I2I ന്യൂസിൽ കൂടെ പറയുന്ന വിലയിരുത്തലുകൾ ഞാൻ ഒരുപാട് കേട്ടു. ഒരുപാട് സജഷനും പറയുന്നത് ഞാൻ കേട്ടു. പക്ഷെ എൻ്റെ ഒരു സജഷൻ എന്താണെന്നറിയോ? ഈ ഒരു വിഷയത്തില് രാഹുൽ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയാണ്. ഒപ്പം ആള് പാലക്കാട് നിയമസഭയിലെ MLA കൂടെയാണ്. ഇദ്ദേഹം മുൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ആ സ്ഥാനമാനങ്ങളെല്ലാം രാജിവെച്ചിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഇദ്ദേഹം സ്വതന്ത്രനാണ്. സത്യത്തിൽ ആ MLA പോസ്റ്റ് ഒഴിച്ച് ബാക്കിയെല്ലാം സ്വതന്ത്രനാണ് പുള്ളി. ഇദ്ദേഹം നാളെ പത്തനംതിട്ടയിൽ നിന്ന് ഇറങ്ങി നേരെ വന്ന് പാലിയേക്കര ടോൾ പ്ലാസയുടെ അവിടെ ആ വണ്ടി കൊണ്ട് നിർത്തിയിട്ട് ഇദ്ദേഹത്തിന്റെ വലിയ സുപരിചിതരായിട്ടുള്ള മുഖങ്ങളൊന്നും ഇല്ലാത്ത 4 പിള്ളേരെ, വെറും സാധാരണക്കാരായിട്ട് എണീറ്റ് നടക്കാൻ പോലും പ്രാപ്തിയില്ലാത്ത ഒരു 4 പിള്ളേരെയും കൂട്ടി ആ ഇന്നോവയിൽ ഒന്നിറങ്ങിയിട്ട് പാലിയേക്കര ടോൾ പ്ലാസയുടെ അവിടെ വണ്ടി നിർത്തി അവൻ ചുമ്മാ പാലക്കാട്ടേക്ക് അങ്ങ് നടന്ന ഈ കേരളം മുഴുവൻ അവന്റെ കൂടെ നടക്കും. അത് യുവമാർക്കറിയാം. ഈ കേരളത്തിലുള്ള ജനങ്ങൾക്ക് മുഴുവനും അറിയാം. അവൻ അഗ്നിശുദ്ധി വരുത്തപ്പെടും. ആ ഒറ്റ സംഭവം ചെയ്യാൻ രാഹുൽ എന്തുകൊണ്ട് മടിക്കുന്നു എന്നുള്ളത് അവനെ വീണ്ടും വീണ്ടും ഹൈജാക്ക് ചെയ്യപ്പെടുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഭാരതിയോട് യാത്ര നടത്തിയപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പുറകെ ആരെങ്കിലും ക്ഷണിച്ചിട്ടാണോ പോയെ? ആരും ക്ഷണിച്ചിട്ടില്ല. പക്ഷെ അതേ വാല്യൂ ഇവനുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തെ ഓർത്ത് CPMകാർ പറയുന്ന ഇപ്പൊ ഞാൻ തൃശ്ശൂർ ജില്ലയിലെ അവണൂർ പഞ്ചായത്തുകാരനാണ്. ഇവിടുത്തെ കോൺഗ്രസിന്റെ സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്ന പലരും പറഞ്ഞിട്ട് മറ്റവനെ പറയുന്ന പച്ചത്തെറിയാ പറയുന്നത്. ആ VD സതീശനെ പച്ചത്തെറി. എനിക്ക് റെക്കോർഡ് ചെയ്ത് അവരെ ഉപദ്രവിക്കരുതെന്ന് ഓർത്തിട്ടാ. ആ പാവങ്ങൾ പറയുമ്പോ അവര് ആത്മരോഷം അവര് പൊട്ടി പുറത്തേക്ക് വിടുമ്പോ അത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് ഒരു മാധ്യമങ്ങളിൽ ഇട്ട് കഴിഞ്ഞാൽ ആ പാവങ്ങളുടെ കഞ്ഞൂടി മുട്ടിപ്പോവും. അവര് വല്ല കലുങ്കിന്റെയോ അല്ലെങ്കിൽ വല്ല ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റോ പഞ്ചായത്ത് മെമ്പർ സ്ഥാനോ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സ്ഥാനോ ഒക്കെ അലങ്കരിക്കുന്ന ആൾക്കാരുണ്ട് ഇതിനകത്ത്. ഞാൻ അവരോട് സംസാരിക്കാറുണ്ട്, ഡെയിലി കണ്ട് സംസാരിക്കാറുണ്ട്. ഞാൻ ആ പരിപാടി, എനിക്ക് ഒരു 10, 45, 50 പേരുള്ള ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഇവിടുത്തെ മണ്ഡലത്തിലുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പൊ ഞാൻ അവർക്ക് ഈ I2I ന്യൂസിന്റെ ന്യൂസുകൾ കംപ്ലീറ്റ് ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പൊ അവരെന്നോട് പറഞ്ഞിട്ടുള്ളതാണ്, വ്യക്തിപരമായിട്ട് ഞങ്ങൾ വൈകുന്നേരം കാണുമ്പോൾ പറയുന്നതാണ്, നാണം കെട്ടുപോയി, നമ്മുടെ പ്രസ്ഥാനം നശിച്ചു, ഇനി ഒരു ഭരണം നമുക്ക് കിട്ടാൻ സാധ്യതയില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ അതിനൊരു സൊല്യൂഷൻ പറഞ്ഞു. ശക്തമായ രീതിയിൽ നമ്മൾ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുക, ഒപ്പം പറവൂരി എന്നിട്ട് അവനെ തോൽപ്പിക്കാനുള്ള മാർഗം ചെയ്യുക. പാർട്ടിക്ക് തന്നെ ചെയ്യണം. പരസ്യമായിട്ട് ഞാൻ കോൺഗ്രസ്സുകാരനാണ്, 5 രൂപ മെമ്പർഷിപ്പ് ഉള്ള കോൺഗ്രസ്സുകാരനാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് തന്നെ നമ്മൾ അവിടെ പോയിട്ട് ചെയ്യേണ്ട ഏറ്റവും വലിയ പണി അവനെ പരസ്യമായിട്ട് വിചാരണ ചെയ്യുക എന്നുള്ളതാണ്. തെരുവിലിട്ട് വിചാരണ ചെയ്യണം. അവനെ ചോദ്യം ചെയ്യണം. എന്തിന് രാഹുലിനെ ശിക്ഷിച്ചു? എന്താണ് രാഹുൽ ഉണ്ടാക്കിയ തെറ്റ്? എന്താണ് രാഹുൽ ചെയ്ത തെറ്റ്? ആ തെറ്റ് എങ്ങനെ പാർട്ടിയെ ബാധിച്ചു? അത് അവൻ പറയണം. ആരാണോ ശിക്ഷിക്കാൻ മുന്നിൽ നിന്ന്. ഇപ്പോ നമ്മുടെ പാലക്കാട് ഇലക്ഷനും നിലമ്പൂർ ഇലക്ഷനൊക്കെ ബൈ ഇലക്ഷനൊക്കെ കഴിഞ്ഞപ്പോ ഈ VD സതീശൻ എന്ന് പറയുന്ന പരനാറി ഒരു കാര്യം പറഞ്ഞിരുന്നു. അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ടീം UDF എന്താണ് ടീം UDF? ടീം UDF എന്ന് അവൻ പറയാൻ എടുത്തെടുത്ത് അവൻ പറഞ്ഞു. ഇത് കോൺഗ്രസിന്റെ വിജയമല്ല, അല്ലെങ്കിൽ UDFന്റെ വിജയമാണെന്ന് അവകാശപ്പെടുന്നില്ല. ടീം UDF, ആ ടീം UDF ഇവൻ ചൂണ്ടി എടുത്ത് പറയാൻ കാരണം അവിടെ ആ ഇലക്ഷൻ പ്രചരണങ്ങളിൽ മുഴുവൻ വർക്ക് ചെയ്തതും വേർപ്പൊഴുക്കിയതും അവിടെ ഇന്നത്തെ ഈ യൂത്തിന്റെ പിള്ളേരാ.
ചാണ്ടി ഉമ്മൻ, ഷാഫി, രാഹുൽ മാങ്കൂട്ടം, ജിൻഡോ ജോൺ, ജ്യോതികുമാർ ചാമക്കാല, അങ്ങനെ ശബരിനാഥൻ, അങ്ങനെ നിരവധി ചെറുപ്പക്കാരാണ് അവിടെ ആ ഇലക്ഷനെ കൊണ്ടു നടന്നത്, നേതൃത്വം കൊടുത്ത് നടത്തിയത്. അതാണ് ഇവൻ ഈ പെട്ടെന്ന് എടുത്തെടുത്ത് പറയുന്നുണ്ട്. അന്ന് മുതൽ തുടങ്ങിയിട്ടുണ്ട് ഇവൻ ഈ യൂത്തിനോടുള്ള ഒരു ചൊറിച്ചില്. ഇവൻ വെട്ടി നിർത്താൻ വേണ്ടി മനഃപൂർവ്വം ഇവൻ KPCC ഒക്കെ ഹൈജാക്ക് ഇത് വെച്ചിരിക്കുക. KPCC എന്ന് പറയുന്ന പാവം ആ സണ്ണി ജോസഫ്, അയാള് വെറും ഡമ്മിയാണ്. ഭരിക്കുന്നത് മുഴുവൻ ഈ നാറിയാണ്, ഈ പരനാറിയാണ്. അപ്പൊ എനിക്ക് അവസാനമായിട്ടും ആദ്യമായിട്ടും പറയാനുള്ളത് ഒരൊറ്റ കാര്യമാണ്. ഈ രാഹുലിനെ ഞാൻ ഇപ്പൊ ഒരു 5 മിനിറ്റ് മുമ്പ് രാഹുലിന്റെ ഫോണിലേക്ക് വിളിച്ചിരുന്നു. രാഹുലിന്റെ ഫോൺ എടുക്കുന്നില്ല. അപ്പൊ ഞാൻ ആളോട് ഞാൻ ഒരിക്കൽ ഒരു ഇഷ്യൂ നിയമസഭയിൽ വരുന്നതിന്റെ തലേദിവസം ഞാൻ അദ്ദേഹത്തെ വിളിച്ചിരുന്നു. പക്ഷെ അദ്ദേഹത്തെ അല്ല കിട്ടിയത്, മറ്റൊരാളെ കിട്ടി. ഞാൻ ആളോട് പറഞ്ഞു, നിങ്ങൾ ഇതല്ല നിങ്ങൾ ചെയ്യേണ്ട, നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ ഇങ്ങനെയല്ല പെർഫോം ചെയ്യണ്ടേ. നിങ്ങൾ നിയമസഭയിൽ പോകണം, പറ്റുമെങ്കിൽ എത്രയും പെട്ടെന്ന് പാലക്കാട് എത്തണം. ആ പാലക്കാട് എത്തുമ്പോൾ നിങ്ങൾ അവിടെ പത്തനംതിട്ടയിലും അടൂരിലുള്ള ഒരു 10 പിള്ളേരെയും കൊണ്ടല്ല വരണ്ടേ. ഇനി മുഖമറിയാത്ത അല്ലെങ്കിൽ മുൻപരിചയം, അത് ഫേമസ് ആയിട്ടുള്ള ടീമുകളുടെ കൂടെ അല്ല വരണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇദ്ദേഹത്തിന്റെ സാധാരണ ഹെൽപ്പർമാരായിട്ടുള്ള ചെറുപ്പക്കാർ പിള്ളേരുണ്ടാവുമല്ലോ, ഒരു ഭാരവാഹികളും അല്ലാത്തവര്, ഒരു 4 പിള്ളേരെ കൊണ്ടുവന്നാൽ, അതായത് വെള്ളം കുടിക്കാൻ വാട്ടർ ബോട്ടിൽ എടുത്തു കൊടുക്കാനും, ഡ്രസ്സുള്ള സൂട്ട് കേസ് പിടിക്കാനും, അത്യാവശ്യം ഫോൺ കൈകാര്യം ചെയ്യാനും ഉള്ള ഒരു 4 പേര് മാത്രം. എന്നിട്ട് പാലിയേക്കാട് ടോളിന്റെ അവിടെ ഇറങ്ങിയിട്ട് പൊന്നുമോൻ മുണ്ട് നിവർത്തി ഇട്ടിട്ട് ഡീസന്റ് ആയിട്ട് നടക്കാൻ പറഞ്ഞു പാലക്കാട്ടേക്ക്. നീ ആരാണെന്നുള്ള VD സതീശനും KPCC പ്രസിഡന്റും മാത്രമല്ല രാഹുൽ ഗാന്ധി വരെയും മല്ലികാർജുൻ ഖാർഗെ വരെ അറിയുമെന്ന് ഞാൻ പറഞ്ഞു. അതെ അവര് എങ്ങനെ എടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഒരു സാധാരണക്കാരൻ, ഞാനിപ്പോ ഒരു DCC മെമ്പറോ അല്ലെങ്കിൽ APCC മെമ്പറോ ഒക്കെ ആയിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മൊത്തം അവര് ചിലപ്പോൾ അനുസരിക്കുമായിരിക്കും. പക്ഷെ ഒരു സാധാരണക്കാരന്റെ വികാരമാണ് ഞാൻ പറയുന്നത്. ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് നിങ്ങൾ ഇതുപോലെ പെർഫോം ചെയ്യാൻ ശ്രമിക്കണം. നിങ്ങൾ, അതായത് വേറെ ഇതിൻ്റെ അകത്ത് ഒരുപാട് പ്ലസ് പോയിന്റ് ഉണ്ട് രാഹുലിന്റെ ഭാഗത്തേക്ക്. ഒരു MLA എന്നുള്ള നിലയ്ക്ക് ആൾക്ക് പോലീസ് പ്രൊട്ടക്ഷൻ കിട്ടും. ഒന്ന്. രണ്ടാമത്തെ കേസ്, രാഹുലിന്റെ മേത്തെങ്ങാനും ഒരു പിടി പൂഴിവാരി വീഴപ്പെട്ടാൽ രാഹുൽ സ്റ്റാറാവും. രാഹുലിന്റെ ഷർട്ടെ പിടിച്ച് ഒരുത്തൻ ഒരു ബട്ടൺസ് പൊട്ടിച്ചാൽ രാഹുൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലല്ല, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ അവൻ ഒരു 50,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഏത് നിയോജക മണ്ഡലത്തിലും ജയിക്കുകയും ചെയ്യും. അവന്റെ പുറകെ ഈ നിൽക്കുന്ന ഷണ്ടന്മാര് മുഴുവൻ അവന്റെ പുറകെ നിന്ന് അവനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് വാദിക്കാൻ വരെ ചാൻസ് ഉണ്ട്. ഇത്രയും വലിയൊരു ഓണം ബമ്പറാണ് രാഹുലിന്റെ മുമ്പിൽ നിൽക്കുന്നത്. പക്ഷെ രാഹുൽ എന്താണ് മൗനം പാലിക്കുന്നതെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. രാഹുൽ വരണം. രാഹുൽ വന്നിട്ട് രാഹുൽ ചെയ്യേണ്ട ഒറ്റ കേസേ ഉള്ളൂ. രാഹുൽ പത്തനംതിട്ടയിൽ നടക്കണ്ട, ഈ പാലിയേക്കര ടോൾ പ്ലാസയിൽ നിന്ന് നടന്നാൽ മതിയാകും. അല്ലെങ്കിൽ തൃശ്ശൂരിന്റെ പാലക്കാടിന്റെ ബോർഡർ ആയിട്ടുള്ള കുതിരാൻ ടണലുണ്ട്, കിഴക്ക് ഭാഗത്തെ ടണലിന്റെ കിഴക്ക് ഭാഗം പാലക്കാട് ജില്ലയ്ക്ക് 3 കിലോമീറ്റർ താഴെയാണ്. അവിടെ ചെന്നിട്ട് അവിടെ ഇന്നോവ നിർത്തിയിട്ട് അങ്ങ് ഇറങ്ങി നടന്നേക്കണം. ഒരു പാർട്ടിയും ഒരു ചുക്കും ചെയ്യില്ല. ഇവന്റെ പുറകെ കേരളത്തെ അമ്മപെങ്ങന്മാർ മുഴുവൻ നടക്കും, കേരളം മുഴുവൻ നടക്കും, ഇവിടുത്തെ വിശ്വാസി സമൂഹം മുഴുവൻ നടക്കും. ഇവിടെ ഞാനൊരു ഈ റബ്ബറൊക്കെ പാട്ടത്തിനെടുത്തിട്ട് ചെയ്യുന്ന, ഞാൻ ഒരു പള്ളിയിൽ, എൻ്റെ വീടിന്റെ അടുത്ത് തന്നെ, ആ പള്ളിയില് സിസ്റ്റേഴ്സ് ഒരു ദിവസം ഞാൻ ഈ വീഡിയോ വെച്ചിരിക്കുന്ന ITI ന്യൂസിന്റെ രാഹുലിനെ കുറിച്ചുള്ള ഓരോരുത്തരുടെ വിലയിരുത്തലുകളും അഭിപ്രായങ്ങളും പറയുന്ന ഇത് മൊബൈലിൽ ഞാൻ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ സിസ്റ്റേഴ്സ് ഇവിടെ അൾത്താര അത്ര ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പൂക്കളൊക്കെ ഒരുക്കുന്നുണ്ടായിരുന്നു. അവരിത് കേട്ടിട്ട് ഒരു സിസ്റ്റർ എൻ്റെ അടുത്ത് വന്ന് എന്നോട് വളരെ സ്നേഹപൂർവ്വം ഒരുപാട് വിശേഷങ്ങൾ ചോദിച്ചു. എന്നാ ആലോചിച്ച് നോക്കണം, അവരെന്നെ കഴിഞ്ഞ 3 വർഷമായിട്ട് കാണുന്ന ഈ ഒരു വോയിസിന്റെ പവർ, അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്റ്റിന്റെ പവറാണത്. 3-3.5 വർഷമായിട്ട് എന്നെ കാണുന്ന സിസ്റ്റർമാരിൽ ഒരു സിസ്റ്റർ വന്നിട്ട് എന്നോട് അന്ന് വരെ ചോദിച്ചിട്ടില്ല. പക്ഷെ അന്നത്തെ ദിവസം ഈ വോയിസ് കേട്ടപ്പോ, ജനങ്ങൾ പറയുന്ന അഭിപ്രായങ്ങൾ കേട്ടപ്പോ, അന്ന് രാജേന്ദ്രൻ ചേട്ടന്റെ ഇതുണ്ടായിരുന്നു ഇതിനകത്ത് ITI ന്യൂസിൽ. അത് കൃത്യമായിട്ട് അതാണ് അതിന്റെ ഇമ്പാക്ട് എന്ന് പറയുന്ന സാധനം, അതിന്റെ എഫക്ട് പവർഫുൾ. അവർ ഈ വിഷയം സാധാരണക്കാരന്റെ ഉള്ളിൽ ഒരു വല്ലാത്ത മുറിവുണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഒരു വല്ലാത്ത മുറിവാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.